നമസ്കാരം. ഇതൊരു സാധാരണ റീഡിംഗ് അല്ല, ഇതൊരു ഗൈഡഡ് ഇൻറ്റ്യൂട്ടീവ് സെഷനാണ്. ഇവിടെ ഞാൻ കാർഡ്സ് മാത്രമല്ല വായിക്കുന്നത്, നിങ്ങളുടെ സബ് കോൺഷ്യസ് പാറ്റേൺസ്, ലൈഫ് ഡയറക്ഷൻ എല്ലാം കണക്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ പേര് മനസ്സിൽ റിപ്പീറ്റ് ചെയ്യൂ ഒരു 3 ടൈംസ്. എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം ക്ലിയർ ആയിട്ട് ഫോക്കസ് ചെയ്യൂ. ഓക്കെ ആണോ? ഈ സെഷനിൽ ഞാൻ നിങ്ങളോട് ചില ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. കാരണം ക്ലാരിറ്റി വരേണ്ടത് എൻ്റെ വേർഡ്സിൽ നിന്നല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ്. നിങ്ങൾ ഒരു യെസ് അല്ലെങ്കിൽ നോ ആൻസറാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ ചോദ്യം നിങ്ങൾ മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് 3 തവണ ചോദിക്കൂ. ചോദ്യം ക്ലാരിറ്റി ഉള്ളതായിരിക്കണം, കൺഫ്യൂസ് ചെയ്യരുത്. ഓക്കെ, എനിക്ക് ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഇവിടെ ഞാൻ കാണുന്നത് ഒരു ന്യൂ സൈക്കിൾ ഓപ്പണിംഗ് ആണ്. ഇതൊരു സാധാരണ അവസരമല്ല, ലൈഫ് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങളൊരു ത്രെഷോൾഡിൽ നിൽക്കുന്നു. പഴയ പാറ്റേണിൽ നിന്ന് പുതിയ റിയാലിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നൊരു ഫേസാണ്. ചിന്തിച്ച് നോക്കൂ, നിങ്ങൾക്ക് റീസെൻ്റായിട്ട് ഒരു അവസരം വന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങളത് ഹെസിറ്റേറ്റ് ചെയ്തിട്ടും ഉണ്ടാവും. നിങ്ങൾ സ്റ്റെബിലിറ്റിയിലേക്ക് പോകണമെന്ന ആഗ്രഹം സ്ട്രോങ് ആയിട്ടുണ്ടോ? ഇപ്പോൾ എൻ്റെ ഒരു ഒബ്സർവേഷൻ, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്, പക്ഷേ നിങ്ങളതിനെ ഫുള്ളി റിസീവ് ചെയ്യുന്നില്ല. ഇത് സാധാരണ വരുന്നൊരു കാര്യമാണ്. റീസൺ ഇതാണ്, നിങ്ങൾക്ക് ഫെയിലിയർ ആവുമോ എന്നുള്ളൊരു ചെറിയ പേടിയുണ്ട്. അല്ലെങ്കിൽ ഒരു ചേഞ്ച് നമ്മൾ നടക്കുന്ന സമയത്ത് ഒരു പേടി ഉണ്ടാവുമല്ലോ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താവും, അങ്ങനെയുള്ളൊരു എനർജി എനിക്ക് ഫീൽ ആവുന്നുണ്ട്. അല്ല, വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റിൽ ഉള്ള ഡിസപ്പോയിൻമെൻറ്റ്സ്, നിങ്ങളുടെ പാസ്റ്റ് നിങ്ങളെ മുന്നോട്ട് മൂവ് ചെയ്യാൻ സമ്മതിക്കാത്ത രീതിയിൽ നിങ്ങളിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ഒരവസ്ഥ, അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് 3 നിങ്ങൾ ആക്ച്വലി ഒഴിവാക്കേണ്ടതാണ്. നിങ്ങൾ മൂവ് ചെയ്താൽ മാത്രമേ യൂണിവേഴ്സ് റെസ്പോണ്ട് ചെയ്യുള്ളൂ. നിങ്ങളുടെ ഭാഗത്തു നിന്നും ആക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ കാർഡിലേക്ക് പോകാം. നിങ്ങളുടെ എനർജി എങ്ങനെയാണ് അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ ക്ലിയർ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഇത് സണ്ണാണ് വന്നിരിക്കുന്നത്. ഇതൊരു സക്സസ് എനർജി ആണ്. അത് ഓൾറെഡി നിങ്ങൾക്ക് അവൈലബിൾ ആണ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഒരു ഡാർക്ക് ഫേസ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഗ്രോത്തിൻ്റെ ഫേസിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അത് സൺ എനർജി കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഹാപ്പിനെസ് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ഡിഫിക്കൽട്ടി തോന്നുന്നുണ്ടോ? ഒരു യെസ് ഓർ നോ ആൻസർ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള കാർഡാണ് രണ്ടാമത് വന്നിരിക്കുന്നത്. സക്സസ് എനർജി ഓൾറെഡി അവൈലബിൾ ആണ്, ബിക്കോസ് സണ്ണാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ഡാർക്ക് ഫേസ് കഴിഞ്ഞിട്ടാണ് വന്നത്. നിങ്ങൾക്ക് ഓൾറെഡി സക്സസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഗ്രോത്ത് ഫേസിലാണ് നിങ്ങളത് തിരിച്ചറിയാൻ കുറച്ച് പ്രയാസപ്പെടുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ, നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി തോന്നുന്നുണ്ടോ? ആക്ച്വലി നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി സക്സസ് എനർജി ആണുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്ലോക്കുണ്ട്. അത് ഇതാണ്, ഒരു സെൽഫ് ഡൗട്ട് അല്ലെങ്കിൽ ഒരു ഓവർ തിങ്കിങ്. നിങ്ങൾ ഔട്ട്കം കൺട്രോൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ റിസൾട്ട് എന്ത് ചെയ്യും? അവിടെ സ്റ്റക്കാവും. പക്ഷേ ഇവിടെ സറണ്ടറാണ് ആവശ്യം. നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യാണ് വേണ്ടത്. നിങ്ങളുടെ സിറ്റുവേഷനോട് കണക്ട് ചെയ്ത് നോക്കൂ. നിങ്ങളിവിടെ ചെയ്യേണ്ടത് താങ്ക്ഫുള്ളായിട്ടിരിക്കുക. ഇത് തന്നതിന് യൂണിവേഴ്സിനോട് നന്ദി പറയുക. പോസിറ്റീവ് അഫർമേഷൻസ് സ്വീകരിക്കുക. എൻ്റെ ബ്ലോക്കുകൾ ഞാൻ മാറ്റുന്നു, ഞാൻ ഓവർ തിങ്ക് ചെയ്യുന്നില്ല. ആ വന്നിരിക്കുന്ന എനർജി എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് എന്നിലേക്ക് വരുന്നു എന്നുള്ള അഫർമേഷൻസ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. അതേപോലെ ലൈറ്റ് എനർജി സ്വീകരിക്കുക. സൺ എനർജി ആയതുകൊണ്ട് നിങ്ങൾ ലൈറ്റ് എനർജി, അതിപ്പോൾ സണ്ണിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന എനർജി നിങ്ങൾക്ക് സ്വീകരിക്കാം. അങ്ങനെ വരുന്നതായിട്ട് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് സ്വീകരിക്കുന്ന ഒരു മെത്തേഡ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാവും.
നമ്മൾ തേർഡ് കാർഡിലേക്ക് പോവും. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. തേർഡ് കാർഡ് വന്നിരിക്കുന്നത് 10 ഓഫ് കപ്സ് ആണ്. അത് ഒരു ഔട്ട്കം എനർജിയാണ്, നമ്മുടെ റിസൾട്ടാണ്. വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു കാർഡാണ് 10 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഒരു ലോങ് ടൈം ഇമോഷണൽ ഫുൾഫിൽമെൻറ്റിനുള്ള എനർജിയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്, താൽക്കാലികമായിട്ടുള്ളതല്ല. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്ന ഒരു സർഫസ് ഡിസയർ അല്ല, നിങ്ങളുടെ ആത്മാവുമായിട്ട് വളരെ മാച്ചിങ് ആയിട്ട് പോകുന്ന ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് ഈ കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ അതിനകത്ത് യെസ് ഓർ നോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് റിസൾട്ടാണോ വേണ്ടത്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫീലിംഗ് ആണോ? എന്ത് തന്നെയായാലും ഉത്തരം യെസ് എന്നാണ്, പോസിറ്റീവാണ് നമ്മുടെ ആൻസർ വരുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു 2 കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നല്ല ക്ഷമയോടുകൂടി ഇരിക്കുക, രണ്ടാമത്തേത് ട്രസ്റ്റ് ചെയ്യുക. അത് ഈ ഔട്ട്കം പെട്ടെന്ന് നിങ്ങൾക്ക് വന്നു കിട്ടാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. നിങ്ങൾ റെഡിയാണ്, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്, ഔട്ട്കം യെസ് ആണ്, പോസിറ്റീവാണ്. ഇപ്പോൾ നിങ്ങളുടെ ഡിസിഷനും കൺസിസ്റ്റൻസിയാണ് ഇതിനകത്ത് വ്യത്യാസം വരുത്തുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നുകൂടി പറഞ്ഞുതരാം. ചെറിയ ഒരു ആക്ഷൻ തുടങ്ങാം. അതേപോലെ തന്നെ ഈ സെൽഫ് ഡൗട്ട് കോൺഷ്യസ്ലി നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ഡെയിലി ഒരു അലൈൻമെൻറ്റ് പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ ഒരു അഫർമേഷൻസ് കൊടുക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ നെക്സ്റ്റ് ലെവൽ സ്വീകരിക്കുന്നു, ഞാൻ അവസരങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാണ്, എൻ്റെ ആഗ്രഹം ഡിവൈൻ ടൈമിങ്ങിൽ സഫലമാകുന്നു. ഓക്കെ, ഈ സെഷൻ ക്ലാരിറ്റി നൽകാനാണ്. ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. പക്ഷേ ഞാൻ പറയാം, നിങ്ങൾ ശരിയായ വഴിയിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോളോ അപ്പ് റീഡിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് സിറ്റുവേഷൻ ഡീപ്പായിട്ട് അറിയാനും വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഈ വീഡിയോയ്ക്കൊപ്പം 100% ഫ്രീ പേഴ്സണൽ റീഡിംഗ് അവൈലബിൾ ആണ്. നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാം. റീഡിംഗ് എന്ന് എനിക്ക് ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.